നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ചേട്ടാ, പുതുവർഷം കഴിഞ്ഞു, എല്ലാവർക്കും നമ്മൾ ആശംസ പറഞ്ഞു. പക്ഷെ അമേരിക്കയിൽ നിന്ന് വേദന നിറഞ്ഞൊരു വാർത്തയാണ്. അതാണ് അവിടെ കഴിഞ്ഞ ദിവസം തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾ. അത് ഭീകരാക്രമണമാണ് എന്ന് തന്നെ സംശയിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് 14 പേരാണ് മരിച്ചത് അല്ലേ? കാർ ഇടിച്ചുകൊണ്ട് വന്നു, ഒരു ഇലക്ട്രിക് കാറായിരുന്നു, അത് കഴിഞ്ഞ് വെടിവെച്ചു. ആക്രമണത്തിൽ 14-15 പേർക്ക് മരണപ്പെട്ടു. അവിടുത്തെ ഒരു ട്രംപ് പക്ഷേ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്, കുടിയേറ്റ വിരുദ്ധതയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാളൊരു US പൗരനാണ്, ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹം. ഇയാള് അടിസ്ഥാനപരമായി ജോർജിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഒക്കെ എടുത്തതിന് ശേഷം അമേരിക്കൻ സൈന്യത്തില് IT ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിരുന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. പക്ഷേ അയാളുടെ കാറിൽ ISISന്റെ കൊടി ഉണ്ടായിരുന്നു, സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു, കൈത്തോക്ക്, റൈഫിള്, മറ്റേ എന്തൊക്കെ ബോംബ്, എന്തൊക്കെ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് ഇവർ ഇങ്ങനെ ആൾക്കൂട്ടങ്ങളിലേക്ക്? നമ്മളന്ന് മറ്റേ തലയിൽ അബ്ദുൽ മൊഹസിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ, മറ്റേ സൗദിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ, പിന്നീട് മാറി വന്ന ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഇടിച്ചത് ജർമ്മനിയിലെ. അയാളൊരു നാസ്തികനായിരുന്നു, അയാളൊരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം എന്താ ഇവിടെ. മാത്രമല്ല എലോൺ മസ്കിന്റെ വാഹനം അത് ട്രംപിന്റെ ഹോട്ടലിൽ മുന്നിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു, ആ സ്ഫോടനം നടന്നിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇത് 2 വാഹനങ്ങൾ ഒരേ ഒരു ആപ്പ് വഴി റെന്റിനെടുത്താണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഒരു സംശയകരമായ കാര്യമാണ്. എന്തായാലും ക്രിസ്മസ് ആഘോഷം എന്നൊക്കെ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മളല്ല, വെസ്റ്റേണൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ആഘോഷങ്ങളാണ്. ആഘോഷത്തിന്റെ ഒരു സീസണാണ് ക്രിസ്മസ്, ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം വന്നത്, എന്തായാലും എന്റെ ഒരു ഇത് വെച്ചാല്, ഇതിനകത്ത് അയാളൊരു കുടിയേറ്റക്കാരനൊന്നുമല്ല, പക്ഷെ കുടിയേറ്റ വിരുദ്ധത പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ട്രംപ് എന്തായാലും ഇക്കാര്യത്തിൽ ആ രീതിയിൽ തന്നെയാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. ബൈഡന്റെ സമയത്ത് ഒരുപാട് അനാവശ്യമായി കുടിയേറ്റങ്ങൾ ഉണ്ടായി എന്നും അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇനി ട്രംപ് അധികാരത്തിൽ വരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ. 20-ാം തീയതി 18 ദിവസം കൂടെ ഉള്ളു. അതിനുള്ളിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോവുക എന്ന് ട്രംപിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഈ നമ്മുടെ പ്രധാന വിഷയം ചർച്ച ചെയ്യുന്നതിന് ഒരു കാര്യം കൊണ്ട് പരാമർശിച്ചു പോകാൻ തെറ്റില്ല. ജർമ്മനിയിലാണ് ഇത് നടന്ന ന്യൂ ഇയർ ആഘോഷ പരിപാടികളിൽ വൻതോതിലുള്ള ആക്രമണ ശ്രമങ്ങൾ നടന്നു എന്നാണ്. അവിടെ ഈ വെടിക്കെട്ടുകൾ മുഴുവൻ അവരെടുത്ത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പടക്ക പൊട്ടിക്കലുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അല്ല, വലിയ സ്ഫോടന ശക്തിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചു. അവർ പോലീസിനെ ആക്രമിച്ചു, 5 പേര് കൊല്ലപ്പെട്ടു ആഘോഷങ്ങൾക്കിടയിൽ. ഒരുപാട് പേർക്ക് പരിക്കേറ്റു, ഒരുപാട് പേര് ഇപ്പൊ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ ഒരു ന്യൂ ഇയറിനകത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൊലപാതകങ്ങൾ നടന്നു. ന്യൂ ഇയർ പറയാത്തതിന് 10-24 ഒരാളെ കുത്തി. ഇവിടെ ഒരുപാട്, ഞാൻ കഴിഞ്ഞ ദിവസം NDTV പല നമ്മുടെ അന്തർദേശീയ മാധ്യമങ്ങളുടെ തന്നെ ഒരുപാട് ക്ലിപ്സുകൾ വന്നിരുന്നു ന്യൂ ഇയർ പാർട്ടികളുടെയൊക്കെ. തെരുവിൽ ഇങ്ങനെ ഈ മദ്യപിച്ചിട്ടൊക്കെ രാത്രികൾ കഴിഞ്ഞിട്ട് വരുന്ന യുവാക്കളുടെ ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ നാഷണൽ മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. സത്യത്തിൽ ഈ റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പൗരന്മാർ എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാവുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞു, ആഘോഷങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഘോഷിക്കാം, മദ്യപിക്കുകയോ നിങ്ങൾക്ക്, പക്ഷെ ലീഗലായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്. പക്ഷെ ഒരു പൊതു പൗരൻ എന്ന നിലയിൽ സമൂഹത്തിനോട് നിങ്ങൾക്ക് ചില പ്രതിബദ്ധതയുണ്ട്, അത് മാനിക്കുകയും കാക്കുകയും ചെയ്യണം. അപ്പൊ എന്തായാലും അമേരിക്കയിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നു. നമ്മൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതോടെ നമ്മൾ ഈ വിഷയം ഒന്ന് പരാമർശിച്ചതാണ്. നമുക്ക് നമ്മളെ ന്യൂസ് ടോക്കിൽ ചർച്ചാ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. അത് കേരള രാഷ്ട്രീയം തന്നെയാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതെ, ആ പരിപാടി ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തല 11 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും, അതൊരു വലിയ പക്ഷേ രാഷ്ട്രീയ നീക്കമാണെന്നുള്ളത് പൂർണ്ണ വ്യക്തവുമാണ്. പക്ഷെ NSSന്റെ പ്രസിഡന്റും അവരെല്ലാവരും നിഷേധിച്ചില്ലെങ്കിൽ പോലും NSSന്റെ ആസ്ഥാനത്തെത്തുക, അവിടെ ചടങ്ങുകളിൽ പങ്കെടുക്കുക, അതിന് ക്ഷണം ലഭിക്കുക എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് പിണറായിനെ വിമർശിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനെ സ്നേഹിക്കുകയും പിണറായിനെ എതിർക്കുകയും ചെയ്യാന്നുള്ളൊരു ഇതിനകത്തൊരു നിർവചനം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ തിരിച്ചുവരവ് നടത്തി പോലെ, തിരിച്ചുവരവെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം വളരെ പെട്ടെന്ന് ലൈംലൈറ്റിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അല്ലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത്തരം സമുദായ സംഘടനകളായിട്ടെല്ലാം വളരെ നല്ല ബന്ധമായി കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇതിൽ ഇപ്പൊ നമുക്കറിയാം അപ്രഖ്യാപിത മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ചർച്ചകളൊക്കെ കോൺഗ്രസിൽ നടക്കുകയാണെന്നുള്ള ഒരു കരക്കമ്പിയുണ്ട്. അത് അങ്ങനെ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ഒരു 1.5 വർഷത്തിൽ വരാനിരിക്കെ
ചെന്നിത്തലയുടെ ഒരു റീ എൻട്രി ആ രീതിയിൽ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. കാരണം ചെന്നിത്തല ഒരിക്കലും മാറ്റി നിർത്തേണ്ട ഒരു നേതാവല്ല. രമേശ് ചെന്നിത്തല ഒരു പ്രമുഖ നേതാവാണ്. കേരളത്തിൽ ഇപ്പോൾ ഉള്ള കോൺഗ്രസിന്റെ നേതാക്കളിൽ വളരെ സീനിയറായിട്ടുള്ള ആൾ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ മാത്രമല്ല, നമ്മൾ ഓർക്കേണ്ട 82 കെ കരുണാകരൻ മന്ത്രിസഭയിൽ 29-28 വയസ്സുള്ള അദ്ദേഹം മന്ത്രിയായിരുന്നു. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു വളർച്ച അനുസരിച്ച് അദ്ദേഹം ഇതിലും വലിയ പദവികളിൽ പണ്ടേ എത്തേണ്ടതാണ്. കാരണം അന്ന് അദ്ദേഹത്തോട് പിന്നെ എന്താ പറയുക, NSU-ലും യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ലെവലിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന പലരും പിന്നീട് പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി ക്യാബിനറ്റ് മന്ത്രിയൊക്കെ ആയിരുന്നു. മമതാ ബാനർജി പോലും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹഭാരവാഹി ആയിരുന്ന ആളാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. അദ്ദേഹം വളരെ വികാരാധീനമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും വലിയ വിപ്ലവ പാർട്ടി സംഘടനയാണ് NSS. സംശയിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പണ്ട് കോളേജിൽ പ്രവേശനം നിഷേധിച്ച സമയത്ത് NSS-ലാണ് പ്രവേശനം ലഭിച്ചത്. ചെറിയ ഫിലിപ്പ് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഫിലിപ്പിനും അതേ കോളേജ് ഇതേ കാരണത്താൽ അന്ന് അവസരം നിഷേധിച്ചു. പിന്നീട് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ കിട്ടി. അത് ഉമ്മൻചാണ്ടി എന്ന് ഇടപെട്ട്. ഞാൻ ചങ്ങനാശ്ശേരിക്കരിയാണ്, വരുന്ന തൊട്ടടുത്താണല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ ആർപ്പുവിളികളും ബഹളങ്ങളും ഒക്കെ. എനിക്ക് അറ്റോർണി ജനറൽ ആയിരുന്നു ഉദ്ഘാടനത്തിന് എത്തിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വന്നപ്പോ ചെന്നിത്തലയെ ചെന്നിത്തല പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ ചടങ്ങിൽ കൃതജ്ഞത പറയാനായിട്ടാണെങ്കിൽ പോലും, അതായത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി ഞാൻ തന്നെങ്കിൽ പോലും ഞാൻ പങ്കെടുക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ തീർച്ചയായിട്ടും NSS ഒരു പങ്കുണ്ടായിരുന്നുള്ളൂ. അത് ആരും നിഷേധിച്ചിട്ടില്ല കാര്യം. അതൊക്കെ ശരിയാണ്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ആ ഒരു അകൽച്ച ഇല്ലാതായി എന്നുള്ള രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കോൺഗ്രസിൽ ഈ പറഞ്ഞതുപോലെ മനോജ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അടുത്ത 1.5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, രമേശ് ചെന്നിത്തല കെ കരുണാകരന്റെ ശിഷ്യനായിട്ട് ആ കെ കരുണാകരനെ ശരി കൈപിടിച്ച് കൊണ്ടുവന്ന ഒരാൾ. അപ്പോൾ കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം എല്ലാ സമുദായ സംഘടനകളെയും പ്രധാനപ്പെട്ട എല്ലാവരും അദ്ദേഹം എന്നും കൂടെ നിർത്തി കൊണ്ടുവരുന്നൊരു നേതാവാണ്. അതിന് അസാമാന്യമായ ഒരു മെയ്വഴക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു കേട്ടോ. അത് ആരും പടക്കാതെ അവരെല്ലാം ഒപ്പത്തിന് നിർത്തി ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി കൊണ്ട്. മാത്രമല്ല, കരുണാകരന് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കേരളത്തിൽ NSS-ഉം SNDP-യും പണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയിരുന്നു. NSS-ന്റെ NDP, SNDP-യുടെ നേരിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അവരനുഗ്രഹത്തോടെ തുടങ്ങി പറയുന്ന SRP. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും പരസ്യമായിട്ട് ഇത് അംഗീകരിച്ചില്ലെങ്കിലും പലപ്പോഴും NSS നേതാക്കൾ ഇതിന്റെ NDP-യുടെ ചെയർമാനും ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പല മന്ത്രിസഭകളിൽ ഒരു മന്ത്രിമാരുണ്ടായിട്ടുണ്ട് NDP. SRP-ക്ക് 82 മാത്രം അന്ന് N. ശ്രീനിവാസൻ മന്ത്രിയായിരുന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അത് കരുണാകരൻ അതിനെ ആ ഒരു രണ്ട് സമുദായ സംഘടനകളുടെയും ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അദ്ദേഹം അങ്ങേറ്റം വളർത്താൻ ശ്രമിച്ചിരുന്നു. പിന്നീട് വഴിതെറ്റിപ്പോയി. NSS തന്നെ പറഞ്ഞ് NDP വേണ്ടെന്ന് പറഞ്ഞു. ആ പാർട്ടി അവർ അവസാനിപ്പിച്ചു. NSS പ്രഖ്യാപിച്ചു. SRP പിന്നെ SNDP കൈവിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം അതില്ലാതായിപ്പോയി. ഇന്ന് ആ പാർട്ടി കേരളത്തിലില്ല. SRP ഉണ്ടോ സംശയമാണ്. ഉണ്ടെങ്കിൽ പോലും മുഖ്യധാരയിലൊന്നും അവരില്ല. 82 കുറെ MLA-മാരുണ്ടായിരുന്നു അവർക്ക്. മന്ത്രിയായിരുന്ന N. ശ്രീനിവാസൻ, കരുനാപ്പള്ളി TV വിജയരാജൻ, അതൊരു CJ ജനാർദ്ദൻ. അത് വളരെ സീനിയറായിട്ടുള്ള പനമ്പള്ളിയൊക്കെ താമസിച്ചിട്ടുള്ള ആളാണ് CJ ജനാർദ്ദൻ. CJ ജനാർദ്ദനൊക്കെ SRP-യുടെ നിയമസഭയിലെ അംഗങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് ആർക്കും ഒന്നും റോളില്ലാതെ അവർക്ക് അസംബ്ലി ഇലക്ഷൻ ജയിക്കാൻ പറ്റാതായി അങ്ങ് പോയി. SRP-യുടെ കാര്യം കഴിഞ്ഞു. അപ്പൊ അത് മാത്രമല്ല, എനിക്കൊന്ന് രമേശ് ചെന്നിത്തല ഇപ്പൊ സംസ്ഥാന പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാവുന്നത് ഈ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം, ഇതൊരു വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയൊന്നുമല്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമുദായിക സംഘടനകൾക്ക് രാഷ്ട്രീയത്തിൽ വ്യക്തമായ റോള് തന്നെയുണ്ട്. അതൊരു എൻബ്ലോക്കായി നിൽക്കുകയും വോട്ട് ബാങ്കായി മാറുകയും ചെയ്യുന്നത് നമുക്കറിയാം. അതൊരു പരമമായ സത്യമാണ്. അത് എത്ര കണ്ട് സെക്കുലറിസം നമ്മൾ വാക്കാലും പേപ്പറിലും പറഞ്ഞാലും അത് സ്വാഭാവികമാണ്. അപ്പൊ NSS-ന് എന്തുകൊണ്ട് VD സതീശനെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു ചോദ്യം അടക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഈ കണ്ട സോക്കോൾഡ് പ്രഭാവമൊന്നുമില്ലാതെ നിന്നിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഇപ്പോ മന്നത്ത് പത്മനാഭന്റെ ഇപ്പൊ നടക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാൻ എത്തുന്നു. അതിൽ മുഖ്യ അതിഥിയാവുന്നു, ഉദ്ഘാടകനാകുന്നു എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അവിടേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ സമയത്ത് നമ്മൾ ആദ്യം സംസാരിച്ച അതേ പോയിന്റിലേക്കാണ് തിരിച്ചു വരുന്നത്. അതേ സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ വളരെ കണിശമായിട്ടുള്ള, അതായത് എന്താ പറയാ, കണിശമായ നിലപാടെടുക്കുകയും മുഖ്യമന്ത്രി അങ്ങനെ ഒന്നിനെ വളച്ചൊടിക്കേണ്ട എന്ന രീതിയിലൊക്കെ ശിവഗിരി പ്രസ്ഥാനത്തിന്റെ ബാക്കി പത്രമാണ്. അതായത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ രീതി വിശ്വാസങ്ങളുണ്ട്. ഷർട്ട് ധരിക്കുന്നത്, അതുപോലെ തന്നെ സനാതന ധർമ്മ ആയിരുന്നില്ല ഗുരു എന്നുള്ള മുഖ്യമന്ത്രിയുടെ
പ്രഭാഷണം അത് അങ്ങനെയല്ല, ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഇത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ വശം സ്വാഭാവികമായി തന്നെ വന്നിരിക്കും. ജി സുകുമാരൻ പറഞ്ഞ സത്യമാണ്. കാരണം ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ പോകുന്ന വിശ്വാസമല്ലേ ഇപ്പോൾ, അവിശ്വാസം പോകില്ലല്ലോ. വിശ്വാസം ഉണ്ടെങ്കിൽ അത് അവിടെ പാലിക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകാതിരിക്കുക. നമുക്കറിയാൻ പാടില്ലാത്ത, നമ്മൾ നേരിട്ട് ഒരിക്കലും ഇടപെടാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ആധികാരിക അഭിപ്രായം പറയാൻ പോകുന്നത് ശരിയായ നിലപാടല്ല. ഇപ്പൊ CPM ഇപ്പൊ എല്ലാ അമ്പല കമ്മിറ്റികളിലൊക്കെ അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അവരും അമ്പല കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആവുന്നുണ്ട്. ഒരു കാലത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും അത് ജി സുകുമാരൻ നായർ വന്ന വളരെ കൃത്യമായ ഒരു കാര്യമാണ്. മാത്രമല്ല രമേശ് ചെന്നിത്തലയെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശനും കുറച്ചാൾ മുമ്പ് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. വെള്ളാപ്പള്ളി മാത്രമല്ല, വെള്ളാപ്പള്ളി ഇതിനകത്തൊക്കെ കുറച്ചുകൂടെ നിഷ്പക്ഷമായിട്ട് ആഞ്ഞടിക്കും. സരിനെ സ്വീകരിക്കുന്നു, പക്ഷെ അതേസമയം സരിനെതിരെ ഞങ്ങൾ അനുകൂലമല്ലെന്നും പറയുന്നു. ഒരു പ്രത്യേകതര നിലപാടുമായിട്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ ശിവഗിരി തീർത്ഥാടന സമയവും ഇതെല്ലാം വരുന്ന സമയത്ത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ തീർച്ചയായിട്ടും സാമുദായിക സംഘടനകളുടെ ഇൻഫ്ലുവൻസും സ്വാധീനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വ്യക്തിപരമായ അതൊരു ഭൂഷണമാണെന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും സമുദായങ്ങൾക്ക് അവരുടേതായ രീതികളും അവരുടെ വിശ്വാസ പദ്ധതികളുണ്ടാകും. സമുദായങ്ങൾക്ക് അവരുടേതായ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തം. അതല്ല ചേട്ടാ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അത് SNDP സംബന്ധിച്ചാണെങ്കിലും NSSനെ സംബന്ധിച്ചിടത്താണെങ്കിലും ഈ മതങ്ങളുടെ പരിഷ്കരണം എന്ന് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, സാമൂഹിക പരിഷ്കരണം. കാര്യം മതം സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും മതത്തിനുള്ളിൽ നിൽക്കുന്ന അനാചാരങ്ങളെയൊക്കെ പരിഷ്കരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള അവരൊരു സംഘടിതമാക്കാനും അവരുടെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാനും ആ ഒരു തലത്തിൽ സ്വാഭാവികമായും സാമുദായിക സംഘടനകൾ കൃത്യമായ റോൾ. ഇപ്പം ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒരു സനാതനവാദിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, അദ്ദേഹം നടത്തിയ രീതികൾ, അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ കുറച്ചൊക്കെ സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വന്നാൽ പോലും അടിസ്ഥാനപരമായ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ചർച്ചകൾ മാറ്റി വെച്ചാൽ പോലും ഈഴവ സമുദായം എന്ന് പറയുന്ന സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരുമിപ്പിച്ച് നിർത്താനും അതിനുള്ളിൽ മാറ്റങ്ങൾ വരുത്താനും അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പരിവർത്തനം ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം മാത്രമല്ല നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പലപ്പോഴും മനോജയുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ പറയുന്നത് നാസ്തികന്മാരായിരുന്നു എന്നുള്ളത്. അത് ലോകത്തൊരു സന്യാസി അല്ലെങ്കിൽ ഒരു ആത്മീയാചാര്യനും ദൈവമില്ലെന്ന് പറഞ്ഞ ആളെ കൂടെ കൊണ്ട് നടക്കില്ല. അപ്പൊ നമ്മൾ നോക്ക്, C കേശവൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങി ഒരു നീണ്ട നിരയാണ്. ഇതെല്ലാ പേരും പറയുന്നില്ല, നീണ്ട നിരയാണ്. ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൃഹസ്ഥ ശിഷ്യന്മാരായിരുന്നു. അദ്ദേഹം പൂർണ്ണമായി അംഗീകരിച്ചിരുന്നു. മനസ്സിലായില്ല. പക്ഷെ അതല്ലാതെ ഒരു കാരണവശാലും ഈ ദൈവമില്ലെന്ന് പറഞ്ഞവരെ കൂടെ അത് പല ശിഷ്യന്മാരൊന്നും ചോദിച്ചിരുന്നു എന്നാണ്. ഈ ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരെയൊക്കെ എന്തിനാണ് ഗുരുദേവൻ കൂടെ കൂട്ടുന്നത് വെച്ചപ്പോൾ അത് അവരെ വിശ്വാസം. ഒരാളുടെ വിശ്വാസം നമ്മൾ എപ്പോഴും അംഗീകരിക്കണം. അത് നമുക്ക് മുഖ്യമന്ത്രിക്ക് അടുത്തും പറയാനുള്ളത്. അതോടൊപ്പം ശിവരി പ്രസംഗിച്ച കാര്യമൊക്കെ കൊള്ളാൻ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഓരോരുത്തരും അവരുടെ ഓരോ വിശ്വാസം ഉണ്ടെങ്കിലേ ആ വിശ്വാസം അവരെ പാലിക്കാൻ അനുവദിക്കുക. ശബരിമല പണ്ട് പോയി കൈപ്പൊള്ളിയത് ഇതിന്റെ പേരിലാണ്. ആവശ്യമില്ലാത്തൊരു വിശ്വാസത്തിന്റെ തലയിടാൻ പോയിട്ടാണ് ഈ പ്രശ്നം. ആളുകൾ മറ്റേ വഖഫ് വരുന്ന സമയത്തും അത് വരുന്ന സമയത്തൊക്കെ കൈനിർത്തുകയും ഞങ്ങൾ പ്രതിക്കൊപ്പവും നടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക നിലപാട് പോലെയായിട്ട് തോന്നാറുണ്ട്. അതിൽ സുകുമാരൻ നായർ ചോദിച്ചൊരു കാര്യമുണ്ട്. അത് ഇടതുപക്ഷം എപ്പോഴും സംസാരിക്കുമ്പം ഇപ്പൊ ശബരിമല ആയിക്കോട്ടെ ഹിന്ദുമത വിശ്വാസങ്ങൾക്കെതിരെ ആക്രമിക്കുന്നതായിട്ടൊരു പ്രതീതി തോന്നുകയും എന്നാൽ മറ്റു മതങ്ങളെ സമീപിക്കുന്ന സമയത്ത് ഒരു പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുകയും ചെയ്യുന്നത് എപ്പോഴും വിസിബിൾ തന്നെയാണ്. അങ്ങനത്തെ ഒരു സംശയം അല്ലേ. നമ്മുടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് നല്ലതാണ്. കാരണം ഈ കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളാണ് നായർ സമുദായം, ഈഴവ സമുദായം. ഇവരെ രണ്ടുപേരും കൂടെ നിർത്തുക എന്നുള്ളത് അത് അല്ലെങ്കിൽ ആ ആൾ മുഴുവൻ BJPയിലേക്ക് പലരും പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം അറിയാം. അപ്പോൾ അവരെ കൂടെ നിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്തൊക്കെ രാഷ്ട്രീയം പറയുമ്പോഴും സമുദായത്തിനും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെതായ ഒരു പദവിയുണ്ട്, സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സമുദായങ്ങളെയും ഒപ്പം നിർത്തുക. കൂടാതെ ഇപ്പൊ സമസ്തയുടെ പരിപാടിക്ക് പോകുന്നുണ്ട്. സമസ്തയുടെ നമുക്കറിയാം പ്രധാനമായും മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് തന്നെ അതിൽ വലിയ പങ്കുണ്ട്. മുസ്ലിം ലീഗ് വളരെ ഇപ്പോഴും UDF-നൊപ്പം സ്ട്രോങ് ആയിട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ UDF-ന്റെ ഒരു ബലം എന്ന് പറഞ്ഞത് ലീഗാണ്. അവരൊരിക്കലും വിട്ടുപോകാൻ സാധ്യതയൊന്നുമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ലീഗിന് വലിയൊരു റോളുണ്ട് അതിൽ. മാത്രമല്ല ഇതിനകത്തൊരു പ്രധാന കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ നായർ സമുദായങ്ങളിൽ നിന്നും ഈഴവ സമുദായങ്ങളിൽ നിന്നുമൊക്കെ വോട്ട് ചോർച്ച ഉണ്ടാവുകയും പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് വളരെ കൃത്യമായി റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ബാലികേറാമല പോലെ തന്നെ ആയുള്ള ഒരു അവസ്ഥയാണ്. ഇതെങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് അവിടെ വേറൊരു ചെറിയ വിഷയം അപ്പോഴുള്ളത്,
BJPയുടെ നിലപാടാണ്. BJP സ്ഥിരം നിലവിദ്വാന്മാരെ സ്ഥാനാർത്ഥിയാക്കാതെ കുറച്ച് നല്ല സമൂഹത്തിൽ അത്യാവശ്യം നിലവിലേക്കുള്ള ആൾ അംഗീകരിക്കുന്ന കുറച്ചുപേരെ സ്ഥാനാർത്ഥിയാക്കിയാൽ കുറെ വോട്ട് അവര് പിടിക്കുകയാണെങ്കിൽ ഇത് രണ്ട് മുന്നണികളെയും ബാധിക്കും. അവസാനം ഒരു 65 സംഭവിച്ച പോലെ ആർക്കും പോലും ഒരു ഇല്ലാത്ത അവസ്ഥ പോലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. കാരണം BJP നമുക്കറിയാം, കേരളത്തിലെ BJP നാഷണൽ BJP അല്ല, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ലായിരിക്കും. മാറ്റങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല സ്ഥാനാർത്ഥി മത്സരിക്കാൻ. സുരേന്ദ്രൻ മാറാൻ നിന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ വരാനുള്ള സാധ്യതകളുണ്ടെന്ന് അണികൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് പോലും പിടിച്ച് സ്വന്തം കസേരയിൽ ഫെവിക്വിക്ക് വെച്ചൊട്ടിച്ചു. BJP അവർക്ക് അറിയില്ല, അവരവരുടേതായ രീതിയിൽ അങ്ങ് പോയിക്കോളും. ഇത് കേരളത്തിലെ വേറെ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ ക്രൈസ്തവ സമുദായം ശരിക്കും അതിലിപ്പോ കുറച്ച് BJPയിലേക്ക് ഒരു അനുകൂല നിലപാട് വരുന്നുണ്ട്. ഉണ്ട്, ഒരു മന്ത്രി, നല്ല യോഗ്യനായ മന്ത്രി അവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനമുണ്ട്. മാത്രം പ്രധാനമന്ത്രി ഇപ്പം തന്നെ ക്രിസ്മസ് ആകുമ്പോൾ കണ്ടേ ഡൽഹിയിൽ വലിയ പ്രധാനപ്പെട്ട CBSE ബിഷപ്പ് അതിനിടയ്ക്ക് ഒരു കർദിനാളോ ആരോ ഒരാൾ അതിനെ വിമർശിച്ചു. അത് ഓർത്തഡോക്സ് സഭയിലെ സഭ തന്നെ, സഭ കാതോലിക്ക ബാവ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് അങ്ങനെ ഒരു കർദിനാൾ, ഒരു ഫാദർ മെത്രാപ്പോലീത്ത വന്ന് പറയുന്ന സമയത്ത് അതിനെ പോലും എന്താ പറയാ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഞങ്ങൾക്ക് പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്നൊരു രീതി അതിനകത്ത് ഒരു സമീപനമുണ്ടായി. മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷത്തിലൊക്കെ പങ്കെടുക്കുന്നത്. മാത്രമല്ല ഇവിടെ പലയിട ആളുകളിലും നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ ഈ പള്ളികൾ ആക്രമിക്കപ്പെടുന്നതിനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് അന്ന് സംസാരിച്ചെങ്കിൽ പോലും അതിന്റെ ബിഷപ്പ് അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് മാത്രമല്ല, മുനമ്പം വിഷയത്തിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് BJP സത്യത്തിൽ പൊളിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും BJPക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ആ സാഹചര്യങ്ങൾ ഇവിടുത്തെ കേരള താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഷോൺ ജോർജിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് വളരെ കൃത്യമായ നിലപാടുകൾ എടുക്കുകയും ഒരുപാട് കാര്യങ്ങളിൽ ഇൻപുട്ടുകൾ കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ഷോണിനെ സ്ഥാനാർത്ഥിയാക്കിയത് ചിലപ്പോൾ ചരിത്രം മാറിയേനെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഈ BJP, കേരള ഘടകം BJP ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. കാര്യം ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ, ഹിന്ദുക്കൾ കുറച്ചുകൂടി എന്താ പറയാ സെക്കുലർ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മതത്തിന്റെ സോക്കോൾഡ് ഒരു ഉത്തരേന്ത്യൻ സാധനം കൊണ്ട് വെച്ചാലൊന്നും അവരൊന്നും യോഗി പൊളിറ്റിക്സ് പറഞ്ഞാലൊന്നും അയോധ്യ പറഞ്ഞാലൊന്നും വീഴുന്ന ആളുകളല്ല കേരളത്തിലെ ഹിന്ദുക്കൾ. പക്ഷെ അതേ സമയത്ത് ആ രീതിയിൽ അല്ലെങ്കിൽ പോലും ഹിന്ദുക്കളെ യോജിപ്പിച്ച് നിർത്താൻ ഇവിടുത്തെ BJP അവർക്കും സാധിക്കാതെ വരുന്ന കാര്യം, നമ്മുടെ കേരളത്തിലെ BJP ഘടകം എന്ന് പറയുന്നത് അമ്പേര് പരാജയപ്പെട്ടു പോയി. ഇത്രയും തെരഞ്ഞെടുപ്പ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി വന്നു നിന്ന് ചെയ്തിട്ട് അയാൾക്ക് പോലും ഒരു സീറ്റിൽ പോലും ജയിക്കാനാവാത്ത സാഹചര്യം സ്വയം വിമർശനപരമായെങ്കിലും വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും രമേശ് ചെന്നിത്തലയുടെ തിരിച്ചുവരവ്, അതുപോലെ തന്നെ NSS അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച ഒരു രീതി SNDP അനുകൂലിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, നമുക്കറിയാം കോൺഗ്രസ് അതിനൊരു പടി ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നല്ല രീതിയിലുള്ള മികച്ച ഭൂരിപക്ഷം, ഇപ്പൊ പ്രിയങ്ക ഗാന്ധിക്കായിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനായിക്കോട്ടെ മികച്ച ഒരു തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം വരുന്നു. സെൻട്രൽ പൊളിറ്റിക്സിലാവുന്ന സമയത്തും അവർ വ്യക്തമായിട്ട് പല ഘട്ടങ്ങളിലും കാണുന്നു. നേരെ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന, കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവർക്കറിയാം തൊട്ടടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത സമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വയം ഒന്ന് കണ്ണു തുറന്ന് നോക്കുന്ന മലയാളികൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തിരുവനന്തപുരത്തോട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് ഫ്ലെക്സുകളൊക്കെ ഒരുപാട്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സുകൾ ഒരുപാട് അധികമായി വരുന്നുണ്ട്. കാരണം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പലപ്പോഴും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പല പദ്ധതികളുടെയും തറക്കല്ലിട്ട് പോയ അല്ലെങ്കിൽ വിഷൻ ഉണ്ടായിരുന്ന പദ്ധതികൾ നടപ്പിലാക്കിയെടുത്തതല്ലാതെ കഴിഞ്ഞ 10 വർഷം, അതിപ്പോ 9 വർഷം 6-7 വർഷത്തിനുള്ളിൽ ഈ സർക്കാരായിൽ കൊണ്ടുവന്ന പുതിയ പദ്ധതി എന്താണ്, അല്ലെങ്കിൽ കൃത്യമായി നടപ്പിലാക്കിയ ഒരു പദ്ധതി പോലും ഇല്ല. വികസനോന്മുഖമായ പദ്ധതികളൊന്നുമില്ല, യൂത്തിനെ പിടിച്ചു നിർത്താനുള്ള പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇത് മുതലാക്കാനായിട്ടെങ്കിലും UDF-ന് കോൺഗ്രസ് ശ്രമിക്കണം. കഴിഞ്ഞ തവണ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്ന് പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഗംഭീര പ്രതിപക്ഷമായി പ്രവർത്തിച്ചു. ഈ സർക്കാരിനെ ശരിക്കും വെട്ടിലാക്കുന്ന രീതിയിലായിരുന്നു അന്ന് രമേശ് ചെന്നിത്തല പുറത്ത് കൊണ്ടുവന്ന ഒരുപാട് ആരോപണങ്ങൾ. അതുപോലെ ശരിയായിരുന്നു എന്ന് തെളിയിച്ചത്, വെറുതെ ആരോപണം കൊണ്ടുവരികയല്ല.
അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുറകെ നടന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ മാത്രം രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു ബേസ് ഉള്ളതുകൊണ്ടായി. പക്ഷേ കരുണാകരനൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ്. വി ഡി സതീശൻ മോശക്കാരനല്ല പറഞ്ഞത്, വി ഡി സതീശൻ നന്നായി അദ്ദേഹം അല്ല എന്താണ് ഇലക്ഷൻ മാനേജ് ചെയ്യാൻ അദ്ദേഹം അസാമാന്യ കഴിവുള്ള ഒരാൾ തന്നെ. കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിന്റെ ഒരു മാനേജറിൽ പാർട്ടുണ്ടല്ലോ, അത് വി ഡി സതീശൻ ഗംഭീരമായി ചെയ്യും. നിയമസഭയ്ക്കകത്തും അദ്ദേഹം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇവരെയൊക്കെ എന്തുകൊണ്ട് കൂടെ നടത്താൻ കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങളിലെ ആളുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ തീർത്തും അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. കെ കരുണാകരനെ നമ്മളെപ്പോഴും ഒന്നുകൂടെ പറയാണ്, കെ കരുണാകരനെ സംബന്ധിച്ച് അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന ആളാണ്. താനൊരു ഉറച്ച ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് അദ്ദേഹം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട അതേ സമയം തന്നെ അദ്ദേഹം എല്ലാവരുമായും പക്ഷേ നല്ല ബന്ധത്തിൽ പോയിരുന്നു. അതൊരു അസാമാന്യ കഴിവാണ്. ഒരു രാഷ്ട്രീയക്കാരനെ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. എല്ലാ സമുദായങ്ങൾക്കും അദ്ദേഹം മന്ത്രിസഭയിലാണെങ്കിലും അതുപോലെ മറ്റ് പദവികൾ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ സമുദായ സമവാക്യങ്ങൾ അദ്ദേഹം എപ്പോഴും പാലിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട കൂടുതൽ കൊടുക്കുക അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് എപ്പോഴും കരുണാകരന്റെ കാലത്തൊന്നും തന്നെ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുമില്ല. സമുദായത്തിന്റെ രീതിയിൽ ആരെങ്കിലും കൂടുതൽ പ്രകടനം നടത്തിയെന്ന് ഒരിക്കലും പറയുകയില്ല. പക്ഷെ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന കാലത്ത് അന്നത്തെ CPM രഹസ്യമായെങ്കിലും അവരത് ഭംഗിയായി നടപ്പിലാക്കി. അത് ഉമ്മൻചാണ്ടിയും കെ എം മാണി, കുഞ്ഞാലിക്കുട്ടി ഇവരുടെ ഒരു സഖ്യമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഹിന്ദുക്കൾക്ക് അവിടെ കാര്യമില്ല എന്ന രീതിയിലൊക്കെ അവർ പ്രചരിപ്പിച്ച് നോക്കി. അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതും കാണാം. കാരണം CPM സംബന്ധിച്ച് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യം പറയില്ല, രഹസ്യമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തുകയുള്ളൂ. അപ്പൊ അതിലവർ വിജയിച്ചു കരുതാൻ. പക്ഷെ കെ കരുണാകരനെ പോലെയുള്ള രാഷ്ട്രീയത്തിലെ ഒരു വളരെ ഈ രാഷ്ട്രീയ ചതുരംഗക്കളിൽ അതിവിദഗ്ധന ഒരാളിനെ സംബന്ധിച്ച് ഈ CPM-നൊന്നും അങ്ങനെ കരുണാകരൻ അടക്കാൻ പറ്റില്ല. അദ്ദേഹം വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അതിന് ശിഷ്യൻ എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയും എടുക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ കെ കരുണാകരന്റെ കാലത്ത് കൊണ്ടുപോകാതിരിക്കാം. പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇവരൊക്കെ എസ്റ്റാബ്ലിഷ് ആയ വിശ്വാസികൾ കൂടി ആയ സ്ഥിതിക്ക് എന്തായാലും എന്താ പറയാ ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടെന്ന് പറഞ്ഞ പോലെ ഇനി എത്ര പ്രീണനം CPM കാണിച്ചാലും സമുദായത്തിന്റെ വോട്ടെന്ന് പറയുന്നത് സുരക്ഷിതമാക്കാൻ വിശ്വാസത്തിന്റെ വോട്ട് തന്നെ ഇറക്കേണ്ടി വരും. അത് എപ്പോഴും CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ ഒരു നാസ്തികരാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭൗതികവാദികളാണെന്നുള്ളൊരു വെപ്പെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ അവരങ്ങനെയാണെന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ബാരിയർ ഇവർക്കുണ്ട്. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവര് തമ്മിൽ മറ്റുള്ളവരും തമ്മിൽ വലിയ അതൊക്കെ മറക്കും. എല്ലായിടത്തും അരമനയിലും മറ്റേ സമുദായ നേതാക്കളെ വീട്ടിലൊക്കെ രാത്രി പോകും, എല്ലാവരും നല്ല മുന്നിട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു പടിയിടൽ തന്നെയായിരുന്നു ഇത്. അതിനി എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലുടനീളം ആ കോൺഫിഡൻസ്, ഞാൻ പ്രസംഗം മുഴുവൻ കേട്ടു, വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരിടത്ത് പോലും വീഴ്ചയില്ലാതെ എങ്ങനെയാണ് NSS ചേർത്ത് പിടിച്ചതെന്നും NSS ഒരു വിപ്ലവ പാർട്ടിയായിരുന്നെന്നും മന്നത്ത് പത്മനാഭൻ ഒരു വിപ്ലവകാരിയായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നെന്നും അടക്കമുള്ള വിഷയങ്ങളിൽ തന്റെ നിലപാട് എന്തായാലും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം മറ്റു തരത്തിലുള്ള ഈർഷ്യകളൊന്നും പറയാതെയാണ് പോയത്. മാത്രമല്ല കോൺഗ്രസ് ഇപ്പൊ നേരിടുന്ന ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, ഇപ്പൊ നായർ സമുദായത്തിൽ നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് കാണിക്കും കോൺഗ്രസ്സുകാർക്ക് രമേശ് ചെന്നിത്തല ഉണ്ടെങ്കിൽ വി ഡി സതീശനെ ഉണ്ട്. നേരെ തിരിച്ച് ഇപ്പൊ ഈഴവ സമുദായത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിഗണിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. കാരണം ഇപ്പം അല്ലെങ്കിൽ വയലാർ രവി അല്ലെങ്കിൽ അവരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ അവർ അങ്ങനെ മുഖ്യധാരയിൽ വരുന്നില്ല. അല്ലെങ്കിൽ VM സുധീരൻ അദ്ദേഹം വരുന്നില്ല, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, സുധാകരനുണ്ട്, കെ സുധാകരനുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പം അത്ര ആക്റ്റീവ് ആണോ നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പൊ നാളെ ഈഴവ സമുദായത്തിൽ നിന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഈ യുവനിരയെന്ന് എങ്ങാനും വന്നാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ അടൂർ പ്രകാശുണ്ട്, അടൂർ പ്രകാശനെ പോലെ കുറച്ച് നേതാക്കളേ ഉള്ളൂ. പക്ഷേ NSS-നെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്, അവർ ഒരുപാട് പേരുണ്ട്. അവരുടെ സമുദായത്തിൽ നിന്ന് നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സാധ്യതയുള്ളത്. അപ്പോൾ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല പോലുള്ള ആളുകളൊക്കെ കൃത്യമായി വെള്ളാപ്പള്ളിയൊക്കെ ഒപ്പം നിന്ന് ഒരുപക്ഷെ ആ സമുദായത്തിന് എന്തെങ്കിലും അത്തരത്തിലുള്ള അതൃപ്തി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമായിരിക്കാം. കാരണം അത്തരം കാര്യങ്ങളിൽ കെ കരുണാകരന്റെ ഒരു സ്കൂളാണ് ഇവരെല്ലാവരും പിന്തുടരുന്നതെങ്കിൽ അത് അവർക്കത് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും. ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനത്തിന് അങ്ങ് മടുത്തുപോയി. അത് അടുത്ത തെരഞ്ഞെടുപ്പിന് അവര് ഇതുപോലത്തെ കോൺഗ്രസ്സുകാർ വീണ്ടും തമ്മിലടിക്കുകയും BJP അവരെ വേറൊരു നിലപാട് പോവുകയും ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇടതുപക്ഷം തിരിച്ചു വരുന്ന അവസ്ഥ വരും. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് സമുദായങ്ങളുടെ വോട്ടും ജനസമ്മതനായൊരു നേതാവായിരിക്കണം, അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടാവണം, മെറിറ്റ് ഉണ്ടാവണം എന്നാണ്
ഒരു സ്വതന്ത്ര ചിന്തക എന്ന നിലയിൽ എനിക്കത് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനകത്തൊരു എൻ ബ്ലോക്കായി ഒരു സമുദായം നിലനിൽക്കുകയും വോട്ട് വിലപേശുകയും ചെയ്യുന്നതുകൊണ്ട് വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പാണുള്ളത്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു സെക്കുലർ നേഷനിൽ ജീവിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇതിനകത്ത് എന്തെന്ന് വെച്ചാൽ ഇതിനകത്തൊരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഇവർ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി അടിസ്ഥാനപരമായിട്ട് സെക്കുലറിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്തുള്ള കുറച്ച് വീഴ്ചകൾ സംഭവിക്കുന്നുള്ള കാര്യം എനിക്ക് വളരെ ദുഃഖകരമായി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അവരുടെ മാത്രമല്ല കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല ചെന്നിത്തലയെ വിളിച്ചതെന്നാണ് സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം യോഗ്യനാണല്ലോ, ചെന്നിത്തല യോഗ്യനാണ്. കാരണം ഇത്രയും സീനിയർ ആയിട്ടുള്ള നേതാവല്ലേ അദ്ദേഹം. തീർച്ചയായും അദ്ദേഹം ഇത്തരം പദവികളിൽ ഏത് പദവിയിലും കോൺഗ്രസിന്റെ ഇന്നത്തെ ഏത് പദവിയിലും ഇരിക്കാൻ അർഹനാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു 2001 ഞങ്ങൾ ഡൽഹിയിൽ പോയ സമയത്ത് അന്ന് എല്ലാ പാർട്ടി ഓഫീസിലും പോയി കണ്ടു. ഡൽഹിയിൽ അവിടെ ചെന്നപ്പോൾ AICC ഓഫീസിൽ വെച്ച് ഒരു നോർത്ത് ഇന്ത്യൻ അവിടുത്തെ പ്രാദേശിക നേതാവാണ് അയാളെ പരിചയപ്പെട്ടു. അയാൾക്ക് ഈ കേരളത്തിലെ 2 നേതാക്കന്മാരെ കുറിച്ച് മാത്രമേ അറിയാവൂ. അത് ആന്റണി സാബും രമേഷ് ജിയും. വേറെ ആരെക്കുറിച്ചും അന്ന് KK ജീവിച്ചിരിപ്പോൾ KK പ്രതാപിയായിരിക്കുന്ന കാലം തന്നെ. പക്ഷേ KK ആയിരുന്നു ലേഖ അറിയില്ല. അപ്പൊ അത് കാര്യം രമേശ് ചന്ദ്രൻ വളരെ കാലം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന ആളാണ്. അത് AICC സെക്രട്ടറി ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും NSUവിന്റെ ഒക്കെ ദേശീയ അധ്യക്ഷനായിരുന്നാണ്. അപ്പൊ വടക്കേന്ത്യയില് ഒക്കെ നല്ല സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. അപ്പൊ അദ്ദേഹത്തിന് അത് കാര്യങ്ങളെ കൊണ്ടുപോകാനൊക്കെ ഉള്ള ഉമ്മൻചാണ്ടിക്ക് ശേഷം കരുണാകരന് ശേഷം വളരെ ജനസമ്മതനായ ഒരു മറ്റൊരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പൊ ഉമ്മൻചാണ്ടിക്ക് ശേഷം ജനസമ്മതനായ ഒരു നേതാവെന്ന രീതിയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ഉയരാനുള്ള മറ്റൊരു സാധ്യതയും സാഹചര്യവുമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ആ ഒരു പ്രീതി, അതായത് ആ ഒരു പ്രീതി പറ്റുക എന്നുള്ളത് ഇപ്പം അടിയുറച്ചൊരു ക്രിസ്ത്യ മതവിശ്വാസിയായിരുന്നു ഉമ്മൻചാണ്ടി എങ്കിൽ പോലും അതിനുപരിയായ ഒരു മുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതാണ് പഴയ നേതാക്കന്മാരുടെ പ്രത്യേകത. അവരൊക്കെ ആർ ശങ്കർ SNDP ജനറൽ സെക്രട്ടറി ആയിരുന്നു പിൽക്കാലത്ത്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ആളാണ്. KPC പ്രസിഡന്റ് ആയിരുന്നിട്ട് ആളാണ്. KK വിശ്വനാഥൻ അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പിന്നെ ഗുജറാത്ത് ഗവർണറായി. അദ്ദേഹം മടങ്ങിയതിനു ശേഷം അദ്ദേഹം SNDP പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. അപ്പം ഈ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർക്ക് ഇതിൽ പോകുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം അത് നല്ല സംഘടന ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആവശ്യമില്ലാത്ത സംഘടനയിൽ പോകരുത്. ഇപ്പൊ NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഒക്കെ തന്നെ കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന് വലിയ സംഭാവന നൽകിയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അതിന്റെ തലപ്പത്ത് കോൺഗ്രസ്സുകാർ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമില്ല, നല്ല കാര്യം തന്നെയാണ്. കഴിഞ്ഞ ശിവരി തീർത്ഥാടനത്തിന് എനിക്കൊന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു കേരളത്തിൽ. അല്ല, അതിനകത്തൊരു വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയാണ് മതസംഘടനകളുടെ പരിപാടികൾ, സമുദായ സംഘടനകൾ ഉദ്ഘാടനം ചെയ്യാനും വിളക്ക് കൊളുത്താനും ഒക്കെ പോകുന്നത്. അത് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ലെന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു നോമാണ്, അതൊരു രീതിയാണ്. എന്തായാലും സമൂഹത്തിൽ അതൊരു ഇതായിരിക്കുന്നു. എന്തായാലും ഇതൊരു പുതിയ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവായിരിക്കാൻ സാധ്യത കളിക്കാൻ കഴിയില്ല ഇന്ന് നടന്ന NSSന്റെ ജയന്തി സമ്മേളനം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമവാക്യം കൂടി ആയിരിക്കും. മാത്രമല്ല നേരത്തെ തന്നെ NSSന്റെ കാര്യത്തിൽ അവർ ശശി തരൂരിനെ ആദ്യം ഡൽഹി നായരെന്നൊക്കെ വിളിച്ച് വിമർശിച്ചതിനെ പിന്നീട് സുകുമാരൻ നായർ പിൻവലിച്ചു. അദ്ദേഹം ശശി തരൂരിനെ വിളിച്ച് അവിടെ ചടങ്ങിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം NSS നേതൃത്വം കോൺഗ്രസിനോട് അടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യാശകരമായ കാര്യമാണ്. അപ്പൊ അവരെ കോൺഗ്രസിന് എനിക്കിപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയുള്ള ഈ മുസ്ലിം ലീഗ് ഉണ്ട്. സമസ്ത ഇപ്പോൾ രമേശനെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. ഈ സമുദായത്തിൽ വെള്ളാപ്പള്ളി രമേശനെ അനുകൂലിക്കുന്നു, നായർ സമുദായം അനുകൂലിക്കുന്നു. അപ്പൊ ഇതൊക്കെ വരുമ്പം ഈ ഒരു സാഹചര്യം ഫലപ്രദമായി കോൺഗ്രസ്സുകാർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമ്പോൾ രമേശനത്തിലാണെങ്കിലും നാളെ മറ്റ് VD സതീശനോ KC വേണോ പോലെ ആര് സുധാകരനൊക്കെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ സാഹചര്യത്തെ രാഷ്ട്രീയപരമായി അവർക്ക് കൃത്യമായി അത് മുതലെടുക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതിന് കഴിഞ്ഞാൽ അവർക്ക് ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് അവർ കുറച്ചുകൂടെ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും. അതല്ല കോൺഗ്രസ് പഴയ ലൈനിൽ തന്നെ വീണ്ടും ഈ തമ്മിലടിയും കാലുകാരലും ഒക്കെ ആണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എങ്കിലും ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഇന്ന് നടന്ന രാഷ്ട്രീയത്തിന്റെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകും. പ്രത്യാഘാതം അല്ല അതിന്റെ റിസൾട്ട്, പ്രത്യാഘാതം എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ നല്ല റിസൾട്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അതാണ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് അപ്പം അതിനൊക്കെ തന്നെ നമുക്കറിയാം പ്രാദേശിക തലത്തിലൊക്കെ തന്നെ ഇത്തരം സാമുദായിക സംഘടനകളെയൊക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ പോകുകയാണെങ്കിൽ ഈ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഏതായാലും രമേശ് ചെന്നിത്തല ഇന്ന് ചങ്ങനാശ്ശേരിയിലെത്തി അവിടുത്തെ NSSന്റെ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജയന്തി പരിപാടിയിൽ തന്നെ പങ്കെടുത്ത് അതിൻ്റെ മുഖ്യാതിഥിയായി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഫലപ്രദമായ ഗുണകരമായ കാര്യം തന്നെയാണ്. ഇതെങ്ങനെ നാളെ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമുക്ക് കണ്ടറിയേണ്ടത്. നമസ്കാരം.